ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ശ്രീ ജഗന്നാഥ ക്ഷേത്രമാണ്. ബാംഗ്ലൂരിൽ അഗാര എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഈ ഒരു ക്ഷേത്രം കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ഒഡീഷയിലെ പുരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജഗന്നാഥ ക്ഷേത്രം. അപ്പോൾ ഏകദേശം ആ ഒരു കൺസെപ്റ്റിലാണ് ഇവിടെയുള്ള ക്ഷേത്രവും നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഒഡിയ വിശ്വാസികളെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളിവിടെ വരാൻ ഒരു കാരണവും അങ്ങനെയുള്ള ഒരു ഒഡിയ ഫാമിലിയാണ്. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ഒരു നൈബർ, ഒരു അയൽവാസി എന്ന് പറയുന്നത് ഒഡിയക്കാരാണ്. അപ്പോൾ അവർ പറയുണ്ടായി ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെയുണ്ട്. കുറേ മുൻപേ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ കൂടെയാണ് ഞങ്ങൾ വന്നത്. ഞാനും അമ്മയും ഏട്ടനും മോളും അതുപോലെ അവരുടെ ഫാമിലിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ചയായിരുന്നു ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. 10:30 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നതിന് മുൻപ് 12:30-ക്ക് ഒരു പൂജ കൂടി ഉണ്ടാവും. അതിനുശേഷം 1 മണിയാകുമ്പോഴാണ് നട അടയ്ക്കുന്നത്. പിന്നെ വൈകുന്നേരമാണ് നമ്മുടെ നട തുറക്കുക. അപ്പോൾ ആ പൂജ കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരാമെന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. തടികൾ ഉപയോഗിച്ചിട്ടാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഒന്നാമത് വളരെ ഇങ്ങനെ ലെയേഴ്സായിട്ടാണ് ഓരോ നമുക്ക് കാണാനായിട്ട് കഴിയും. മുകളിലേക്ക് പോകുന്തോറും ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഷേപ്പ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കൂടാതെ അതിന് ചുറ്റും നമുക്ക് ഒരുപാട് കൊത്തുപണികളും കൂടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും ദശാവതാരം അവർ കൊത്തിവെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് ശില്പങ്ങൾ, ദേവീദേവന്മാരുടെ ശില്പങ്ങൾ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അത് വളരെ ഭംഗിയായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട്. ഞങ്ങൾ വന്ന് തൊഴുതതിന് ശേഷം കുറേ സമയം ഞങ്ങൾ പുറത്ത് തന്നെയായിരുന്നു. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുറത്ത് തന്നെയായിരുന്നു, അതായത് ക്ഷേത്രത്തിന് പുറത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് ഒഡിയ ഫാമിലിയെ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ അയൽവാസികൾ. ഇവരും ഒഡിയക്കാരാണ്. അപ്പോൾ ഈ പൂജ നടക്കുന്ന സമയത്ത് ഇവരുടെ ഒരു രീതി തീർത്തും വ്യത്യസ്തമാണ് കേട്ടോ. നമ്മളിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമാണ്. ഇവർ തലയിൽ ഇപ്പം സാരിയാണ് ഉടുത്ത് വന്നിട്ടുള്ളതെങ്കിൽ അത് തലയിൽ ഷോൾ പോലെ ധരിച്ചിട്ട് അതിനുശേഷമാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പൂജ തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ വിഗ്രഹം ആരാധിക്കുന്ന സമയത്ത് നമ്മൾ കൂപ്പയോടെയാണ് നിൽക്കുക. പക്ഷേ ഇവരുടെ 2 കൈകളും ഉയർത്തിപ്പിടിക്കും. കുറച്ചു നേരം ഉയർത്തിപ്പിടിച്ച് ഭഗവാന് സ്തുതിയൊക്കെ ചൊല്ലിയതിന് ശേഷമാണ് ഇവരതുപോലെ കൈത്തണ്ടയിൽ ഇവർ ചരട് കെട്ടാറുണ്ട്. ചില സമയം ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ചുവന്ന ചരടോ കറുപ്പ് ചരടൊക്കെ ആയിട്ട് കെട്ടുന്നത് കാണാറുണ്ട്. സ്ത്രീകളും കെട്ടാറുണ്ട്. കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളതും സ്ത്രീകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് പരിസരം, ഈ ചന്തകളിലാവട്ടെ, പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലത്താവട്ടെ, ഈ ചരടുകൾ നമുക്ക് ധാരാളം കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ കാത്തതിന് ശേഷം നട തുറന്നു. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഇവിടെയുള്ള ആരാധനാമൂർത്തികൾ. ജഗന്നാഥൻ, ബാലഭദ്ര, സുഭദ്ര എന്നിങ്ങനെ 3 മൂർത്തികളെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഈ പേരുകൾ കേൾക്കുന്നത് പോലും. ജഗന്നാഥ ക്ഷേത്രം എന്നൊക്കെ ആദ്യം ഞാൻ കേട്ട സമയത്ത് ഞാൻ കരുതിയത് ശിവഭഗവാന്റെ ക്ഷേത്രമായിരിക്കും എന്നാണ്. പക്ഷെ പിന്നീട് അവർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് വിഷ്ണു ക്ഷേത്രമാണെന്ന്. നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു രീതിയിലല്ല ഇവിടെയുള്ള വിഗ്രഹങ്ങളൊന്നും കൊത്തിവെക്കുന്നതും അതുപോലെ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്കായാലും ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഉച്ചപൂജയ്ക്ക് മുന്നോടിയായിട്ട് ഇപ്പം നമ്മൾ കതക് അടച്ചതാണ്, അതായത് നട അടച്ചതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ വാതിലായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല, ഈ കർട്ടനാണ് അവരിട്ടേക്കുന്നത്. ഇപ്പോൾ അവർ വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് കണ്ടില്ലേ, അത് നമ്മുടെ നാട്ടിലൊക്കെ അമ്പലത്തിൽ നമ്മൾ മണി ഉപയോഗിക്കില്ലേ, അതിന് പകരമാണ് ഇവരിവിടെ ഇത് ഉപയോഗിക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ പായസമൊക്കെ വെക്കുന്ന നമ്മുടെ കുഞ്ഞു ഉരുളിയൊക്കെ ഇല്ലേ, ഏകദേശം ആ ഒരു കാണാൻ അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ലോഹം കൊണ്ട് തീർത്ത ഒരു കമ്പും അവരുടെ കയ്യിലുണ്ടാവും. അത് വെച്ചിട്ടാണ് ഇവർ കൊട്ടുന്നത്. അപ്പം നല്ല ശബ്ദമാണ് ഈ ഹാള് നിറയെ. അപ്പോൾ ഇത് കൊട്ടുന്നത് സാധാരണ അവിടെ വരുന്ന ഭക്തർ തന്നെയാണ്. അങ്ങനെ അവിടെ തൊഴുതതിന് ശേഷം ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ വേറൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ഒരു ഹനുമാൻ്റെ ക്ഷേത്രം. അവിടെ നാഗക്കാവും ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ വൈകിയത് കാരണം അവിടെ നട അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്പലത്തിലേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഒഡീഷയിൽ കണ്ടുവരുന്ന ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊക്കെ ഇങ്ങനെ തെരുവിൽ വിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ആ ഭയ്യ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇത് ഇങ്ങനെയാണ് ഈ സാധനത്തിൻ്റെ പേരെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ തമ്മിലല്ലേ, ഓരോ മനുഷ്യരെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എത്ര വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സംസ്കാരങ്ങൾ ഒക്കെ എത്ര വ്യത്യസ്തമാണല്ലേ. ആ വ്യത്യസ്തത ഉൾക്കൊള്ളാനും അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ശരിക്കും നമ്മുടെ പുരോഗമനം. നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളും
നമ്മൾ പോകുന്ന ഓരോ പുതിയ സ്ഥലങ്ങളും അത് എത്ര വലുതാവട്ടെ ചെറുതാവട്ടെ അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എത്ര ഭംഗിയായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ പറയാൻ കാരണം എന്നിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു പുതുമ കണ്ടെത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ ഒരു പുതുമയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഭക്ഷണവും. ഇതിൻ്റെ പേര് അവർ പറയുന്നത് ഗുൽഗുല അങ്ങനെ എന്തോ ആണ്. ഇതൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ ഉണ്ടംപൊരിയൊക്കെ കിട്ടില്ലേ, അതുപോലെ മിക്സായിട്ട് ഇത് മധുരമാണ്, അതുകൂടാതെ മിക്സായിട്ട് സ്പൈസി ആയിട്ട് വരുന്ന ഒക്കെ ഉണ്ട്. അത് സബ്ജിയൊക്കെ ചേർത്ത് കുറച്ച് മിക്സ്ചർ പോലത്തെ സാധനമൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് കഴിക്കാനായിട്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ഈ ചാക്കിൽ കണ്ട സാധനങ്ങളൊക്കെ ഈ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതിവിടെ അന്നദാനമാണ് കാണുന്നത്. ഇത് നമ്മൾ പൈസ പേ ചെയ്യണം, അതിനുശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും ദൂരെ യാത്ര ആയതുകൊണ്ട് ഇവിടെ നിന്ന് കഴിച്ചു പോകാമെന്ന് കരുതി ആദ്യം ഉപ്പും പച്ചമുളകും വെക്കും. അപ്പോൾ ഒരുപാട് ഫാമിലി ഇവർ ചെയ്യുന്നത് കണ്ടു. ഈ പച്ചമുളകും ഉപ്പും കൂടെ കൈകൊണ്ട് നല്ലപോലെ ഞെരടിയ ശേഷം അത് മിക്സ് ചെയ്ത് കഴിക്കും. പിന്നെ ഇവിടെ കിട്ടിയ ഓരോ പച്ചക്കറിക്കും സബ്ജിക്കും ഒക്കെ വ്യത്യസ്ത രുചിയായിരുന്നു. മധുരവും എരിവും ഒക്കെ കലർന്ന ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പോൾ ഒരു പുതിയ രുചി അറിഞ്ഞ സന്തോഷത്തോടെ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.